അമ്മ തന്നെയല്ലേ ഉള്ളൂ. ഞാൻ അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് നിലവിൽ ഭർത്താവിന്റെ അമ്മയെ ഒരു മോശം സ്ത്രീ എന്നുള്ള രീതിയിലാണല്ലോ ഇപ്പൊ പറഞ്ഞത്. സ്വന്തം അമ്മയുടെ പരിഗണന ഭർത്താവിന്റെ അമ്മയ്ക്ക് കൊടുക്കാത്തത് കൊണ്ടാണോ, അതോ അങ്ങനെയായിരുന്നു അല്ല, അവര് ഞാൻ ഇങ്ങനെ എൻ്റെ കൂടുതലും അവർക്ക് അതൊന്നും പറ്റത്തില്ല. അവർക്ക് മക്കൾക്ക് വേണ്ടി എന്ത് പട്ടിപ്പണി അവർ ചെയ്യും. അവരെ ഞാൻ കയറി വരുന്ന ഇപ്പം നമ്മളെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അമ്മ മകളെ പോലെ കാണണമെന്നും ആ കയറി വരുന്ന മകൾ അമ്മയെ പോലെ കാണണമെന്നുള്ളതാണല്ലോ ആഗ്രഹവും കോൺസെപ്റ്റും എല്ലാം. ഏറ്റവും നല്ല കോൺസെപ്റ്റ് അതാണ്. അതങ്ങനെ ഉണ്ടായില്ലേ ലൈഫിൽ? അങ്ങനെ അല്ല. അവര് ഭക്ഷണം വെച്ച് തരുമായിരുന്നു ആദ്യകാലത്തിലൊക്കെ. എനിക്ക് തോന്നുന്നു അവർക്ക് എൻ്റെ വീട്ടിലെ പൈസകൾ ആഗ്രഹിച്ചിട്ടായിരുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പിന്നീട് അവർ പലവട്ടം ഞാൻ വീട്ടിലേക്ക് പോകുന്നു എന്ന് അവർക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഞാൻ എതിർക്കും. ഞാൻ പോകും, എനിക്ക് സ്വന്തമായിട്ട് സ്കൂട്ടറുണ്ട്, ഞാൻ ഓടിച്ച്. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ആങ്ങള് ഗൾഫിലാണ്, അമ്മ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ വീട്ടിലേക്ക് പോകേണ്ട ശരി. അപ്പോൾ സ്വാഭാവികമായിട്ട് പറയും അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് പോകും, വീക്കെൻഡ് പോകും. ബാക്കി അത്രയും ദിവസം ഞാൻ ആ വീട്ടിലാണ്. ദൂരെ അല്ല ജോലി ചെയ്യുന്നത്, വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറം. അതായത് ഈ കെട്ടിച്ച് വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറമേ ഉള്ളൂ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം. അപ്പോൾ എല്ലാ ദിവസവും പോയി വരാവുന്ന ദൂരം. 9 മണിക്ക് പോയാൽ 5 മണിക്ക് ഞാൻ വീട്ടിൽ വരെ ഇറങ്ങും, കീറലും പരിപാടിയൊന്നുമില്ല. അപ്പോൾ അവരിത് പറയത്തില്ല. ഞാനൊരു വീക്കെൻഡ് ഒരു ദിവസം അങ്ങോട്ട് പോകുന്ന കണ്ട ഉടനെ അവർ മുഖം മാറും. അവർ പറയും എന്തിനാണ് അങ്ങനെ ഒരു ചിന്താഗതി അവർക്ക്. നമ്മൾ ഫുൾ അവിടെ നിൽക്കണം, അങ്ങനെ ഒരു ചിന്താഗതി. നിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കുതർക്കങ്ങളൊക്കെ ആദ്യത്തെ ഒരു 6 മാസം നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഞാൻ വേറൊരാളായി, പഴയ ശാരിക മരിച്ചുകൊണ്ട് പുതിയൊരാളായി മാറുമായിരുന്നു കല്യാണം കഴിഞ്ഞ ഉടനെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അന്താളിപ്പാണ്. നമുക്കൊന്നും ഇവരോടും അന്നൊന്നും ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടില്ല കേട്ടോ, മോശമായിട്ടൊന്നും സംസാരിച്ചില്ല. കാരണം എനിക്ക് മോശമല്ലേ അങ്ങനെ സംസാരിക്കുന്നത്, അവരെന്ത് വിചാരിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് നമുക്ക് വീർപ്പ് മുട്ടല്ല. നമ്മൾ വല്ലാതെ ടോക്സിക്കായി മാറുക, ടോക്സിസിറ്റി നമ്മളിലേക്ക് വരിക. സൈലൻസിന്റെ ഫാമിലി ഫുൾ ഒരു സൈലൻസ് ആയിരുന്നു. എന്നാൽ ഇവർ മറ്റുള്ളവരോടൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കും. ഈ പറയുന്ന എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞവൻ അവൻ്റെ ഓഫീസിലുള്ള പെണ്ണുങ്ങളുടെ ഇടയിലാണെന്നാണ് പൊതുവെ അഭിപ്രായം അവനെ കുറിച്ച്. പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കും, പ്രായമുള്ള സ്ത്രീകളെ പോലും വിടത്തില്ല. അതുപോലെ ഇരുന്ന് സംസാരിക്കും പുള്ളി. ഏതൊരു ചടങ്ങിൽ ചെന്നാലും. ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും തെളിവുകളോ എന്തെങ്കിലും ഊഹാപോഹങ്ങളല്ല, തെളിവ് ഫൈനൽ കിട്ടിയതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോകുന്നത്. കണ്ടല്ല, കിട്ടി. അയാൾ സമ്മതിച്ചു, തെളിവോടുകൂടി അയാൾ സമ്മതിച്ചു അയാൾക്ക് ഇങ്ങനെ ഒരു വേറെ അഫയർ ഉണ്ടായിരുന്നു. അത് ലാസ്റ്റ് മൊമെന്റിൽ ഒരു 10ാമത്തെ വർഷത്തിലാണ് ഞാനത്. വേറെ വിവാഹം കഴിച്ചോ? വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. അല്ല, അവർ മാരീഡ് ആണ്. അവർക്ക് 2 മക്കളുണ്ട്, 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. ഏത് ഇപ്പൊ നിലവിൽ ഈ പറയുന്ന റിലേഷൻഷിപ്പ് ഞാൻ പിടിച്ചില്ലേ, ആ സ്ത്രീക്ക് ഓഫീസിൽ ഉണ്ട്. അവരുടെ ഭർത്താവിനെ പോയി ഞാൻ കണ്ടു, കാര്യങ്ങളെല്ലാം പറഞ്ഞു, വൃത്തിയായിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തേച്ചു. അങ്ങനെ എന്റെ ലൈഫിൽ കയറി കളിച്ച് സുഖമാകണ്ടല്ലോ, അങ്ങനെ ഞാൻ വിടുന്ന ഒരാളല്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇനി എന്റെ പാസ്റ്റ് ഡിഗപ്പ് ചെയ്ത് പോയി ഇവള് പറഞ്ഞു, ഇപ്പൊ നാട്ടുകാരെങ്കിലും എന്റെ വീഡിയോ കണ്ടിട്ട് ഇവളത്ര ചന്ദ്രവതി ഒന്നും അല്ല, ഒന്നെങ്കിൽ ഇവളെ പാസ്റ്റ് ഡിഗപ്പ് ചെയ്യുന്നതൊക്കെ പോയി തപ്പിക്കോളൂ. ഞാൻ അന്തസ്സായിട്ട് നിൽക്കും. ഒരാളുടെ മുമ്പിലും തലകുനിഞ്ഞ് നിൽക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയും ഈ നിമിഷം വരെയും ഞാൻ ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അന്തസ്സായിട്ട് എനിക്ക് തലയുയർത്തി തന്നെ പറയാം. അതുകൊണ്ടാണ് പ്രേമമില്ലെന്ന് ചോദിച്ചാൽ പ്രേമമില്ല എന്നതായിട്ട് പറയുന്നത്. കാരണം പ്രണയം ഉണ്ടായിരുന്നില്ല എനിക്ക്. അല്ലെങ്കിൽ എൻ്റെ പ്രണയം അഥവാ ഉണ്ടായപ്പോലും എൻ്റെ ഹൃദയത്തിൽ ഞാൻ കുഴിച്ചു മൂടിയിട്ടേ ഉള്ളൂ. കാരണം അത് എൻ്റെ ഫാമിലിയുടെ സ്റ്റാറ്റസ് ഓർത്ത് അതൊരു തെറ്റാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ അന്ന് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് തന്നെ അവരുടെ തല കുനിയാൻ പാടില്ല. എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ സൗകര്യങ്ങളൊന്നും വളർത്തിയതാണ്. അപ്പോൾ അച്ഛൻ്റെ ജീവിതം ത്യാഗം ചെയ്തുകൊണ്ട് മണലാരണത്തിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നു പപ്പ. അമ്മയുടെ ജീവൻ ത്യാഗം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി അടുക്കളപ്പണിയും അതുപോലുള്ള മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് അമ്മയുടെ വീട്ടിൽ ഒതുങ്ങുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോയി അവരെ വേദനിപ്പിക്കരുതെന്ന് ഒരു കോൺസെപ്റ്റ്, അത് എൻ്റെ മാത്രം കോൺസെപ്റ്റാണ്, അതൊരു ശരിയായ കോൺസെപ്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് എൻ്റെ ഒരു മകളെന്ന നിലയിൽ അന്നത്തെ കാലത്ത് എൻ്റെ ഒരു കോൺസെപ്റ്റ്.